ഈ ലോകത്തിലുള്ള ഒന്നിനോടും ഭയം തോന്നാത്ത ഒരാളായി നിങ്ങൾക്ക് സ്വയം സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ കള്ളം പറയുന്നില്ല. യഥാർത്ഥത്തിൽ അത് സാധ്യമല്ല. കാരണം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളെ ഭയത്തെ നമ്മളിൽ നിന്നോ അകറ്റാൻ സാധിക്കില്ല. എന്നാൽ ഈ ഭയത്തെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. നിങ്ങളിനി ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിൽ 80% പേടിയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ചാപ്റ്റർ 1, ബോഡി ആൻഡ് ഫിയർ. പേടി എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അവയെ നേരിടുന്നതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭയത്തിൻ്റെ ഉറവിടം എന്താണെന്നുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെയാണ് ജനിക്കുന്നത്. മനുഷ്യ ശരീരം സ്വയം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ശരീരത്തിന് പ്രധാനപ്പെട്ട 2 ലക്ഷണങ്ങളാണുള്ളത്. ഒന്ന്, സ്വന്തം ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, വംശം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾക്കും ഹാനി ഉണ്ടാകുന്നില്ല എന്ന് നമ്മുടെ ശരീരം ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കുന്നു. റീപ്രൊഡക്ഷൻ എന്ന പ്രക്രിയ നടക്കുന്നതിനായി നിങ്ങളുടെ ശരീരം സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ സെക്ഷൽ തോട്ട്സ് ഉണ്ടാക്കുന്നു. അടുത്തതിനെ പറ്റി പറയുന്നതിന് മുമ്പായി നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാം. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ക്ഷീണവും തളർച്ചയുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഡയറ്റ് നോക്കിയിട്ടും കൃത്യമായ വ്യായാമം ചെയ്തിട്ടും നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവാത്തതായി തോന്നുന്നുണ്ടോ? ചിലരെങ്കിലും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. അവരുടെ അറിവിലേക്കായി പറയാം. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ ലോ ആയതായിരിക്കും. ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ലൈംഗികതയുടെയും താടി, മീശ, ഡീപ്പ് വോയിസ് തുടങ്ങിയ മറ്റു ശരീര ഘടകങ്ങൾക്കും കാരണമായ ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ അളവ് കൃത്യമല്ല എങ്കിൽ അത് പുരുഷന്മാരിൽ മസ്കുലർ ഡിസ്ട്രോഫി, സെക്ഷൽ വീക്ക്നെസ്, ലോ എനർജി, ഹെയർ ഫോൾ, ചില സമയങ്ങളിൽ ഗൈനോകോമാസ്റ്റിയ വരെ ഉണ്ടാക്കാം. ഇന്ന് ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പല ബൂസ്റ്റേഴ്സും ലഭ്യമാണ്. പക്ഷേ അത് സൂക്ഷിച്ച് തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അതുകൊണ്ട് മികച്ചതായി എനിക്ക് തോന്നിയ ഒരു സജഷൻ ഞാൻ പറയാം. മാൻഷ്വർ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റർ സപ്ലിമെൻറ്റ്. ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കാരണമെന്തെന്നാൽ ഇതിൽ നിങ്ങളുടെ ഹോർമോൺ ലെവൽ ഉയർത്താൻ സഹായിക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, പാർട്ട്നേഴ്സിനിടയിൽ ലൈംഗിക ബന്ധം ആരോഗ്യകരമാക്കുന്നതിനായി നിങ്ങളുടെ സെക്സ് ഡ്രൈവ് ഹെൽത്തി വേയിൽ ഇംപ്രൂവ് ചെയ്യുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി, പ്രതിരോധ ശക്തി തുടങ്ങിയവ വർദ്ധിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലേതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്നും ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നും നോക്കാം. ഇതിലടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗോക്രു ബാഡ. യൂറിനറി ഇൻഫെക്ഷൻസ് തടയുന്നതിനും നിങ്ങളുടെ ഉള്ളിൽ ടെസ്റ്റോസ്റ്റെറോൺ വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നടത്തിയ പഠനത്തിൽ 1500 മില്ലിഗ്രാം ഗോക്രു കഴിച്ച പുരുഷന്മാർ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ സെക്ഷുവലി സാറ്റിസ്ഫൈഡ് ആയതായും അവർക്ക് അവരുടെ ശരീരത്തിലെ സ്റ്റാമിന വർദ്ധിച്ചതായും അനുഭവപ്പെട്ടതായും കണ്ടെത്തി. അടുത്ത ഘടകമാണ് സഫേദ് മുസ്ലി. മസിൽ ഗ്രോത്തിനും ലിബിഡോ ബൂസ്റ്റിനും സഹായിക്കുന്ന ഒരു ആയുർവേദ മരുന്നാണിത്. മൂന്നാമത്തേതാണ് നാച്ചുറലി ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റ് ഉണ്ടാക്കുന്ന അശ്വഗന്ധ. ഇവ കൂടാതെ മാക്കാമുക്കിന പ്യൂരിയൻസ്, ട്രിപ്ലസ് ടെറാസ്ട്രീസ് തുടങ്ങിയവയും പുരുഷന്മാരുടെ സ്ട്രെങ്ത്തും പവറും വർദ്ധിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള മാൻഷ്വർ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റർ സപ്ലിമെൻറ്റ് പ്രകൃതിദത്തമായതും ആരോഗ്യകരമായും നിങ്ങളുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് ഈ വിവരം ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കി പറയാം. നിങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി എപ്പോഴൊക്കെ നിങ്ങൾ റിസ്കി സിറ്റുവേഷൻസിൽ പെട്ടുപോകുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ ശരീരം സ്വയം നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ടാക്കി നിങ്ങളെ അതിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഏതു തരത്തിലുള്ള സന്ദർഭത്തിലാണുള്ളത് എന്ന് നിങ്ങളുടെ ശരീരത്തിന് കൃത്യമായി അറിയില്ലെങ്കിലും ഒരുപോലത്തെ റിഫ്ലെക്സ് ആണ് സംഭവിക്കാറുള്ളത്. സാഹചര്യം പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ശരീരം അതിനെ വഷളാക്കി കാണിക്കാൻ സാധ്യതയുണ്ട്. ഏത് തരത്തിലുള്ള റിസ്കി സിറ്റുവേഷൻസിൽ നിങ്ങൾ പെട്ടുപോയാലും പേടി ഉളവാക്കുന്ന രാസപ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ശരീരം നടത്തുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരം എന്തുകൊണ്ട്, എങ്ങനെയാണ് പേടി ഉണ്ടാക്കുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി പേടിയെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ 2, സിറ്റുവേഷണൽ ഫിയർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം ടീച്ചർ എന്നോട് സ്റ്റേജിൽ വന്ന് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. എൻ്റെ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ ഈ പേടി കാരണം എൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ഈ ഭയം കാരണം ഇരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പോലും എനിക്ക് സാധിച്ചില്ല. എനിക്കിനി വേറെ ഒരു വഴിയുമില്ല എന്ന് വന്നപ്പോൾ ഞാൻ പാടാൻ തീരുമാനിച്ചു. സ്റ്റേജിലെത്തി ആദ്യത്തെ വാക്ക് പാടിയപ്പോൾ എൻ്റെ തൊണ്ടയിടറി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേടി കുറഞ്ഞു. ഞാൻ വളരെയധികം കംഫർട്ടബിളായി. ഇത് നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു സ്റ്റേജിൽ കയറി കുറച്ചു നേരം സംസാരിക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ കംഫർട്ടബിളും കോൺഫിഡൻറ്റും ആവുകയും നിങ്ങളുടെ സ്റ്റേജ് ഫിയർ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ടീച്ചർ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം അതൊരു റിസ്കി സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുകയാണ് ഉണ്ടായത്.
അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗമായി ശരീരം പേടിയുണ്ടാക്കുന്ന രാസപ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത് ജീവന് ഭീഷണിയുള്ള ഒരു സാഹചര്യമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് എന്നെക്കൊണ്ട് അവിടെ നിന്ന് എണീക്കാനും പാട്ട് പാടാനും സാധിച്ചു. ഞാനത് ചെയ്ത സമയത്ത് എൻ്റെ ശരീരത്തിനും ഇത് പ്രശ്നമുള്ള സാഹചര്യമല്ല എന്ന് മനസ്സിലാവുകയും രാസപ്രവർത്തനങ്ങൾ അവസാനിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് കംഫർട്ടബിൾ ആവാൻ സാധിച്ചത്. ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പേടി എന്താണെന്ന് മനസ്സിലാക്കുക. ആ പേടി ന്യായമായ ഒന്നാണോ എന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സാധാരണ ഒരു വ്യക്തിക്ക് പേടി തോന്നുമ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്യുക. ഒന്നുകിൽ ആ സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, അല്ലെങ്കിൽ ആ പേടി ന്യായമായ ഒന്നാണോ എന്ന് മനസ്സിലാക്കി അതിന് തക്കതായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. എന്നാൽ ഇത് രണ്ടുമല്ലാതെ മൂന്നാമത്തെ ഒരുതരം ആളുകളുമുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ജീവന് അപകടമുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി അത് ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുള്ളവരാണ് ഇങ്ങനെ ആയിത്തീരുന്നത്. കാരണം അവർക്ക് സ്വന്തം ശരീരത്തെ പറ്റിയല്ല, പകരം ജീവിത ലക്ഷ്യത്തെപ്പറ്റി മാത്രമാണ് ചിന്തയുള്ളത്. മരണത്തെ പേടിയില്ലാത്ത മനുഷ്യനെ ജീവിക്കുന്നതും മരിക്കുന്നതും ഏകദേശം ഒരുപോലെയാണ്. അവരുടെ ജീവിതത്തിൽ പേടിയുണ്ടാക്കാൻ സാധിക്കുന്നത് ജീവന് അപകടമുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് അവരുടെ ലക്ഷ്യങ്ങൾക്ക് മാത്രമാണ്. അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ എങ്ങനെയാണ് ധീരമായി വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുന്നത് ഇതിന് ഉദാഹരണമാണ്. കാരണം അവരുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അതായത് വേരുറച്ച ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയാകാം. ചാപ്റ്റർ 3 ലോജിക്കൽ ഫിയർ. ഇനി ചില വേർഡായിട്ടുള്ള ഭൂതം, പ്രേതം, അന്ധവിശ്വാസം തുടങ്ങിയവയെ പറ്റിയുള്ള പേടികളെ പറ്റി നോക്കാം. ഇത്തരം പേടികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞത്. ഒരിക്കൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഭൂതങ്ങളെയും പ്രേതങ്ങളെയും പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരും അവരവരുടെ കേട്ടുകേൾവികളിലും അനുഭവങ്ങളിലുമുള്ള പ്രേതകഥകൾ പറഞ്ഞു. എന്നാൽ അവയിൽ ഒരാൾ പോലും അതിനെക്കുറിച്ച് ഒരു ചോദ്യവും ചോദിച്ചില്ല എന്നതാണ് അതിശയം. കാരണം പേടിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനം നിലയ്ക്കുന്നു. എന്നാൽ ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ലോജിക്കലായ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനത്തെ ഇടപെടൽ സാഹചര്യം കുറച്ചുകൂടെ തമാശയുള്ളതാക്കി. അനാവശ്യമായ ഭയങ്ങളെ മനസ്സിൽ രൂപപ്പെടുത്തണമെങ്കിൽ സ്വന്തം ചിന്താശേഷി തലയിൽ നിന്ന് ഇളക്കി എവിടെയെങ്കിലും കളയുക. ആരെങ്കിലും പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ച് പേടിക്കുന്നത് ഒഴിവാക്കുക. അതേസമയം കൃത്യമായി ചിന്തിക്കുകയാണെങ്കിൽ പല പേടികളെയും ഞൊടിയിടയിൽ അകറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് ചിന്താശേഷി പരമാവധി ഉപയോഗിക്കുക. ചാപ്റ്റർ 4 പീപ്പിൾ ഫിയർ. ഇനി ആളുകളോടുള്ള ഭയത്തെപ്പറ്റി സംസാരിക്കാം. നമ്മളെക്കാൾ ശക്തിയുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ഉയരങ്ങളിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴോ അവരെ കാണുമ്പോഴോ നമുക്കുണ്ടാകുന്ന ഭയമാണിത്. മനുഷ്യർക്കിടയിൽ ഉയർച്ച താഴ്ചകളുടെ വലിയ വ്യത്യാസം വരുമ്പോഴാണ് ഈ ഭയം ഉണ്ടാകുന്നത്. ആരെങ്കിലും നമ്മളെക്കാൾ വളരെയധികം ശക്തനാണെന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായും അയാളോട് പേടി തോന്നും. അതുപോലെ തന്നെ നമ്മളെക്കാൾ ദുർബലരായ വ്യക്തികളെ നാം പേടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നമ്മളെക്കാൾ ദുർബലരായ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ എപ്പോഴാണോ നാം പെരുമാറി തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നമ്മളും നമ്മളെക്കാൾ ഉയർന്ന ആളുകളെ ഭയക്കാൻ തുടങ്ങുന്നു. കാരണം നമ്മൾ ഒരാളെ ഉയർന്നവനായും മറ്റൊരാളെ താഴ്ന്നവനായും പരിഗണിക്കുന്നു. എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ആളുകളോടുള്ള ഭയം താനേ നീങ്ങുന്നതാണ്. ഞാൻ ഒരാളെയും തളർത്തുകയല്ല, എന്നെ തളർത്താൻ ആരെയും അനുവദിക്കുകയുമില്ല എന്ന ചിന്താഗതി തീർച്ചയായും നിങ്ങളെ ആ പേടി അകറ്റുന്നതിന് സഹായിക്കും.